സിദ്ധാർത്ഥന്റെ മരണത്തിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഹോസ്റ്റലിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. കേസിലെ മുഖ്യപ്രതി സിൻജോ ജോൺസണുമായി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് തെളിവെടുക്കുന്നത്. കമൽ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. കമൽ, എന്താണ് അവിടെ ആ ഹോസ്റ്റലിൽ നടന്നത് എന്നതിനെ പറ്റി ഇപ്പോഴും നമുക്കൊന്നും ഒരു വ്യക്തതയില്ല. പക്ഷേ അത് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു എന്ന് ഉറപ്പാണ്. ഇപ്പോൾ തെളിവെടുപ്പ് എങ്ങനെ നടക്കുന്നു, എങ്ങനെ സഹകരിക്കുന്നുണ്ട് ഇയാൾ? പക്ഷേ അല്പസമയം മുമ്പാണ് സിൻജോ ജോൺസണുമായി ഡിവൈഎസ്പി ടി എൻ സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഹോസ്റ്റലിൽ എത്തിയത്. ഒരു പ്രതിയെ മാത്രമാണ് പോലീസ് തെളിവെടുപ്പിനെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ സംഭവത്തിൽ മുഖ്യ ആസൂത്രകൻ അല്ലെങ്കിൽ ഇതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് സിൻജോ ജോൺസൺ എന്നാണ് പോലീസ് ആദ്യം മുതൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഈ സിൻജോയുമായി തെളിവെടുപ്പിന് എത്തിയിരിക്കുന്നത്. ഈ ഹോസ്റ്റലിൽ എന്തു നടന്നു, ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചാണ് ഏറ്റവും ക്രൂരമായ മർദ്ദനം നടന്നത് എന്നാണ് പോലീസ് ആദ്യം അന്വേഷണത്തിന് ശേഷം പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാനാണ് ഈ സിൻജോയുമായി തെളിവെടുപ്പിന് എത്തിയിരിക്കുന്നത്. എന്തായാലും 16-ാം തീയതി റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് 16-ാം തീയതി രാത്രി 9 മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ വരെ അതിക്രൂരമായ മർദ്ദനം നടന്നു എന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട്. ജോൺസണുമായിട്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കമൽ, നമുക്ക് കൂടുതൽ വിവരങ്ങൾ വേണ്ടതുണ്ട്.